ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളൊക്കെ കുറേ ദിവസമായി ഗേസ് വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമ്മുടെ സിറ്റിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഒരു ഐഡിയ ഇല്ല ഗേസ് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് എന്തായാലും നമ്മുടെ ബോസിൻ്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊന്ന് ചോദിച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഫോർച്യൂണർ എടുത്തിട്ടുണ്ട്. നേരെ നമുക്ക് എന്തായാലും ബോസിൻ്റെ പോയിട്ട് വർക്കും കാര്യങ്ങളൊക്കെ എന്തൊക്കെയുണ്ടോ ചോദിച്ചിട്ട് വരാം ഗേസ്. നമ്മൾ സിറ്റിക്ക് വെളിയിലേക്ക് ഇറങ്ങി കുറേ ദിവസമായിട്ടാണ്, കുറേ ദിവസമായി ഗേസ്. ഓക്കെ, അപ്പോൾ സിറ്റിയും കാര്യങ്ങളൊക്കെ ചെറുതായി മാറി വലിക്കുന്നുണ്ട്. അത് പുതിയ ബിൽഡിംഗ് ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ, അത് കൊള്ളാം. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് എന്തായാലും ബോസിന് അവിടെ പോവാം. നമ്മുടെ ഫോർച്യൂണും കാര്യങ്ങളൊക്കെ പെട്രോളും കാര്യങ്ങളൊക്കെ കമ്മിയാണ്. എന്തായാലും പെട്രോൾ അടിക്കണം. അടിപൊളി, പറഞ്ഞേ ഉള്ളൂ. വണ്ടി സിറ്റിക്ക് ഇറങ്ങാത്തതിൻ്റെ കുറച്ച് ഡോസ് അറിയുന്നുണ്ട്. നമുക്കിനി എന്തായാലും ബോസിൻ്റെ പോയിട്ട് എന്തെങ്കിലും നമുക്ക് എന്തായാലും വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് ചോദിച്ചു നോക്കാം. വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കുക ഗൈസ്. ഓക്കെ, നമ്മൾ കുറേ ദിവസമായിട്ട് ഇപ്പോൾ ബോസിൻ്റെ കീഴിലാണ്. ഓക്കെ സാർ, നമ്മൾ ബോസിൻ്റെ കീഴിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ബോസ് നമ്മുടെ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ജുറാസി പാർക്കിൽ പോയിട്ട് നമ്മുടെ ഡൈനോസറിൻ്റെ എഗ്ഗും കാര്യങ്ങളൊക്കെ സ്റ്റീൽ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒരു അടിപൊളി സംഭവം കാര്യങ്ങളൊക്കെ തരാം. നമ്മൾ ഇതുവരെ ലോകത്ത് എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു കാര്യമായിരിക്കും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫ്രാങ്ക്ലിന് ഇതുവരെ ഈ സാധനം കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അങ്ങനത്തെ ഒരു അടിപൊളി സാധനം നമുക്ക് ബോസ് ഗിഫ്റ്റായി തരാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് നമ്മൾ നേരെ തന്നെ ആദ്യം പോയിട്ട് നമ്മുടെ ജുറാസി പാർക്കിൽ പോയിട്ട് നേരെ നമുക്ക് എന്തായാലും എഗ്ഗും കാര്യങ്ങളൊക്കെ സ്റ്റീൽ ചെയ്യണം. ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് നമ്മുടെ ജുറാസി പാർക്കിലേക്ക്. അപ്പോൾ നേരെ ജുറാസി പാർക്കിൽ പോയിട്ട് എനിക്ക് ആകെ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ, വന്ന പോലെ തിരിച്ച് വരണം എന്നാണ്. ഡൈനോസറിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ചാകാനുള്ളൊരു ധൈര്യം എൻ്റെ അടുത്തില്ല. ഓക്കെ, അപ്പോൾ നേരെ നമ്മൾ എന്തായാലും ജുറാസി പാർക്കൊക്കെ എടുത്ത് ടിക്കറ്റൊക്കെ എടുത്ത് എല്ലാം റെഡി ആയിട്ടുണ്ട് കേസ്. അപ്പോൾ നേരെ നമുക്ക് എന്തായാലും ഈ ഡൈനോസർ എവിടെ എഗ്ഗും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടുപിടിക്കണം കേട്ടോ. അത് ഒത്തിരി ടാസ്ക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ഇനോവയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഈ ഡൈനോസറിൻ്റെ എഗ്ഗ് എവിടെ വെച്ചിരിക്കുന്നത് നേരെ തന്നെ നോക്കുന്നുണ്ട്. അള്ള പടച്ചോൻ, ഇതെവിടെ വെച്ചിരിക്കുന്നത് കുറേ തപ്പേണ്ടി വരുമോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എവിടെ ഗൈസ്, ഇവിടെ എവിടെയും കാണാനില്ലല്ലോ. ഇതിപ്പോൾ കുറേ നേരമില്ല, ഇതെവിടെ വെച്ചിരിക്കുന്നത്? ഓ ഗൈസ്, ഇത് ഗൈസ് നമ്മുടെ ഡൈനോസറും കാര്യങ്ങളൊക്കെ പടച്ചോനെ തിന്നല്ലേ. എടാ, ഇത് തിന്നില്ല കേട്ടോ നമ്മളെ. ഇത് പാവം, ഇത് ട്രെയിനഡ് ആണ് എന്നാണ് തോന്നുന്നു കേട്ടോ. ചിലതുണ്ട് ഗൈസ് ജുറാസി പാർക്കിൽ നമ്മളെ കൊന്ന് പീസേ കളയും. അത് എഗ്ഗ് ഇട്ടിട്ട് പോകുകയാണ് തോന്നുന്നു. എനിക്ക് തോന്നുന്നു എഗ്ഗിൻ്റെ മദറാണെന്നാണ് തോന്നിട്ടത്. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് എന്തായാലും സങ്കടമുണ്ട് ഗൈസ് എടുക്കാൻ. പക്ഷെ എന്തായാലും ബോസ് പറഞ്ഞ വർക്കല്ല ഗൈസ്, എടുക്കാണ്ടിരിക്കാനും പറ്റൂല. എനിക്ക് നല്ല സങ്കടമുണ്ട് ഗൈസ്. പക്ഷേ നമ്മളൊരു എഗ്ഗിന് വരുന്ന ബേബീസിനൊക്കെ ബോസിന് എന്താണെന്നോ അറിയില്ല. ബോസിന് ഈ എഗ്ഗ് വേണം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നേരെ നമ്മൾ എന്തായാലും ബാഗിലും കാര്യങ്ങളൊക്കെ ആക്കാം. കേസ് ആണ് നമ്മൾ ബാഗിലും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. ഈ എഗ്ഗിൻ്റെ അമ്മയും കൂടി അറിഞ്ഞിട്ടുണ്ടാവില്ല നമ്മൾ എടുത്തിട്ട് പോണത്. ഒരു വിഷമമുണ്ട്, പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പിന്നെ ബോസിന് ഇതെന്താ ആവശ്യമൊന്നും എനിക്കറിയില്ല. എന്നാലും എൻ്റെ ചെറുതായി പറഞ്ഞത് ബോസിന് ഇത് എന്തോ മെഡിക്കൽ ഷോപ്പിൽ കൊടുത്തിട്ട് എന്തൊക്കെയോ മെഡിസിന് വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, അതെന്താ ആയിക്കോട്ടെ, നമുക്ക് എന്തായാലും നല്ല അടിപൊളി ഒരു സംഭവം തരാൻ പറഞ്ഞിട്ടുണ്ട് കേസ്, ഒരു മിസ്റ്ററി ബോക്സ്. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് എന്തായാലും പോകാം. ഓക്കെ സാർ, നമ്മളെന്തായാലും ഇവിടെ കാര്യങ്ങളൊക്കെ വെളിയിലെത്തിയിട്ടുണ്ട് കേസ്. നമ്മളെന്തായാലും എഗ്ഗും കാര്യങ്ങളൊക്കെ എടുത്തത് ആർക്കും അറിഞ്ഞിട്ടൊന്നും ഇല്ല. ബോസിൻ്റെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്, ഇവിടെയാണ് കേസ് നമ്മുടെ എഗ്ഗും കാര്യങ്ങളൊക്കെ വെക്കാൻ പറഞ്ഞത്. ഇതാണ് ബോസിൻ്റെ ഗസ്റ്റ് ഹൗസ്. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ നിർത്താം. എടാ, സെറ്റായി പാർക്ക് ചെയ്തില്ലേ ഞാനൊക്കെ ഒരു പ്രോ ഡ്രൈവറല്ലേ ഗൈസ്. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് എഗ്ഗും കാര്യങ്ങളൊക്കെ ഇതിനുള്ളിൽ ഫ്രീസറിൽ വെച്ചിട്ട് പോവാം. ഞാൻ നമ്മളെല്ലാവരും സേഫായിട്ടൊക്കെ എഗ്ഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ബോസ് എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നീ വീട്ടിൽ പോകുമ്പോൾ ഇതുവരെ എക്സ്പീരിയൻസ് ആവാത്ത അടിപൊളി സാധനം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നേരെ നമുക്ക് എന്തായാലും വീട്ടിൽ പോകും ഗൈസ്, കത്തിച്ചു വിടാം. അതിന് നമ്മൾ എന്തായാലും വീടും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. വീടും കാര്യങ്ങളൊക്കെ ഇതാണ് ഗൈസ്. നമ്മൾ എന്തെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു. കാറായിരിക്കുമോ അല്ലെങ്കിൽ ബൈക്കായിരിക്കുമോ, എന്തോ. നമുക്ക് എന്തായാലും ഉള്ളിൽ കയറി പോയി നോക്കാം. എടാ, ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. എടാ, ബോസ് ഇല്ല, ബോസ് അങ്ങനെയൊന്നും ചെയ്യില്ല. എന്നാലും എനിക്കൊരു വിശ്വാസക്കുറവുണ്ട് ഗൈസ്. അങ്ങനെ കുറേ നേരം വീടും കാര്യങ്ങളൊക്കെ തപ്പി നോക്കിയപ്പോൾ നമുക്കൊരു സൈക്കിളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ബോസ് നമ്മളെ ഈ ജാതി ചതിക്കും നമ്മളെന്തായാലും പ്രതീക്ഷയില്ല ഗൈസ്. അത് നമ്മുടെ സ്വന്തം ബോസ് ഇങ്ങനെ ചെയ്യും പ്രതീക്ഷയില്ല. നമ്മൾ എത്ര വലിയ റിസ്ക് ആയിട്ടുള്ളൊരു പരിപാടി ചെയ്തു കൊടുത്തിട്ട് ബോസിന് ഫോൺ അടിച്ച ബോസ് ഫോണും എടുക്കുന്നില്ല. ഇതിനുള്ള നല്ലൊരു റിവെഞ്ചും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും കൊടുക്കണമായിരിക്കും ബോസിന്. നമുക്ക് എന്തായാലും ഒരു ചാൻസ് കിട്ടാണ്ടിരിക്കില്ല ഗൈസ്. ബോസിനെ എല്ലാം നമ്മൾ എന്തായാലും നശിപ്പിക്കണമായിരിക്കും. ഗൈസ്, നമുക്കൊരു സൈക്കിൾ തരാൻ വേണ്ടിയിട്ടാണ് ബോസ് ഇങ്ങനെയൊക്കെ ഒരു ഡയലോഗ് ഇട്ട് പറഞ്ഞത്. നമ്മളെ എത്ര കഷ്ടപ്പെട്ട് ജുറാസി പാർക്കിൽ പോയിട്ട് എഗ്ഗും കാര്യങ്ങളൊക്കെ സ്റ്റീൽ ചെയ്തിട്ട് എന്നിട്ട് കൊടുത്തിട്ട് ബോസ് നമ്മൾ ഫോൺ അടിക്കുമ്പോൾ എടുക്കുന്നുമില്ല. നമ്മൾ എന്തെങ്കിലും വലിയൊരു എക്സ്പെൻസീവായ സാധനമാണ് നോക്കിയാൽ നമുക്കൊരു സൈക്കിളാണ് കേസ് വെച്ചിട്ട് പോയത്. ഇതിനുള്ള നല്ല റിവെഞ്ച് നമ്മൾ എന്തായാലും കൊടുക്കണമായിരിക്കും. ഇനി എന്തായാലും കേസ് എല്ലാം നമ്മൾ റിവെഞ്ച് കൊടുക്കുമ്പോൾ കാണാം.